ിലേക്ക് സ്വാഗതം. കായംകുളം കോൺഗ്രസിൽ തർക്കം അവസാനിക്കുന്നില്ല. DCC പ്രസിഡന്റിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് നടപടിക്ക് വിധേയനായ കെ പുഷ്പദാസ് പറഞ്ഞു. നടപടി തന്നോട് ആലോചിക്കാതെയാണെന്നും പുഷ്പദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആലപ്പുഴ DCC പ്രസിഡന്റ് ബാബു പ്രസാദ് DCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കാതെ എൻ്റെ വിവരം അറിയാതെയോ ചെയ്ത നടപടി അത് തെറ്റായ രീതിയിലാണ് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ കായംകുളത്ത് ഇലക്ഷൻ കഴിഞ്ഞ വേളയിൽ ലക്ഷക്കണക്കിനുള്ള രൂപകളാണ് ഇവിടുന്ന് ആരും അറിയാതെ, പാർട്ടി അറിയാതെ പിരിച്ച് കടകളിൽ നിന്ന് വിക്കലിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയത്. അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഞങ്ങൾ പല യോഗങ്ങളിൽ പറഞ്ഞതാണ്. ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് DC പ്രസിഡന്റ് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ് ആരും ഇവർ പരാതി കൊടുത്തിട്ടില്ല. ആരും അറിയാതെ പല വ്യക്തികളിൽ നിന്നും 50,000 മുതൽ 25,000, 10,000, 5,000 ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെ ലക്ഷങ്ങൾ ഈ ഇലക്ഷൻ്റെ ബില്ല് തട്ടിപ്പടത്തിയൊരു വ്യക്തിയാണ് ഈ കബീർ. അവരെയും കൊണ്ടൊക്കെ പാർട്ടിയിൽ നിന്ന് മുന്നോട്ട് പോകാനൊക്കത്തില്ല. ആ സാമ്പത്തിക ക്രമക്കേട് ഇവിടെ രസീറ്റില്ലാതെ, ഇലക്ഷൻ കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ ഒരുപാട് സ്ഥാപനങ്ങളിലും വീടുകളിലും കയറി ഒരുപാട് രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ കബീർ. എനിക്കെതിരെ ഈ സസ്പെൻഷൻ ചെയ്ത നടപടി KPCC പോലും അറിഞ്ഞിട്ടില്ല. KPCC പ്രസിഡന്റിനെ അറിയിച്ചതിന് ശേഷം വേണം തന്നെ DCC ഭാരവാഹിയായ ഞങ്ങളെപ്പോലുള്ളവരെ സസ്പെൻഡ് ചെയ്യാൻ. DCC പ്രസിഡന്റ് ഏകപക്ഷീയമായി എടുത്ത നടപടിയാണിത്. അവിടെ തിരുവനന്തപുരത്ത് KPCC യോഗങ്ങൾ ആർക്കും പരാതി കൊടുത്തിട്ടില്ല. ആലപ്പുഴ DCC പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ DCC ജനറൽ സെക്രട്ടറി UDF കായംകുളം നിയോജക മണ്ഡലം കൺവീനർ കബീറിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സസ്പെൻഷനിലായ DCC ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസാണ് തന്നെ സസ്പെൻഡ് ചെയ്ത DCC പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നത്. DCC ജനറൽ സെക്രട്ടറിയായി തന്നെ സസ്പെൻഡ് ചെയ്ത DCC പ്രസിഡന്റിന്റെ നിലപാട് ഏകപക്ഷീയമാണെന്ന് കെ പുഷ്പദാസ് ആരോപിക്കുന്നു. KPCC പ്രസിഡന്റിന്റെ അനുവാദമോ അറിവോ കൂടാതെയാണ് തന്നെ DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് മുൻ നഗരസഭാ ചെയർമാനും നിലവിൽ UDF കൺവീനറുമായ കെ പുഷ്പദാസ് പറയുന്നു. DCC ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ DCC പ്രസിഡന്റിന്റെ പരാതി KPCC പ്രസിഡന്റിനെ അറിയിക്കുകയും അന്വേഷിച്ച് അത് ശരിയാണെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ DCC പ്രസിഡന്റിന് അനുവാദം കൊടുക്കുന്ന രീതിയാണ് കോൺഗ്രസിൻ്റേത്. KPCC തീരുമാനിക്കുന്ന KPCC ഭാരവാഹികളെയാണ് അന്വേഷണ കമ്മീഷനായി നിയമിക്കുന്നത്. ഇതൊന്നും പാലിക്കാതെയാണ് DCC പ്രസിഡന്റ് അന്വേഷണ കമ്മീഷനെ സ്വയം വെച്ചിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന വേദിയിൽ വെച്ച് UDF കൺവീനർ കബീർ വളരെ മോശമായി തന്നോട് സംസാരിക്കുകയും ചെരുപ്പ് കൊണ്ട് തന്റെ പുറത്തടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മിറ്റി കോർഡിനേറ്റർ INTUC സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ, DCC പ്രസിഡന്റ് ബാബു പ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഉള്ള വേദിയിൽ വെച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. KCയുടെ ഇലക്ഷനെ ബാധിക്കുമെന്ന് മനസ്സിലായി താൻ പരാതിയൊന്നും പാർട്ടി നേതൃത്വത്തിന് കൊടുത്തില്ല എന്നും ഇദ്ദേഹം പറയുന്നു. UDFന്റെ പല യോഗങ്ങൾ പോലും തന്നെ അറിയിക്കാതെയായി. ഇതുകൊണ്ടാണ് പ്രതികരിക്കേണ്ടി വന്നത്. പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് പാർട്ടി അറിയാതെ ലക്ഷങ്ങൾ പിരിച്ചെടുത്ത വ്യക്തിയാണ് UDF കൺവീനർ. പാർട്ടി യോഗങ്ങളിൽ പലപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒരു നടപടിയും പാർട്ടി നേതാക്കൾ എടുത്തിട്ടില്ലെന്നും പുഷ്പദാസ് പറയുന്നു. ടൈ ന്യൂസ്, കായംകുളം.